IPL ക്രിക്കറ്റിലേക്ക് കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങൾ ഇടം നേടുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിലെ പല താരങ്ങളെയും IPL സ്കൗട്ടുകൾ നോട്ടമിട്ട് കഴിഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് കൂടുതൽ ജനകീയമായി കഴിഞ്ഞെന്നും KCA സെക്രട്ടറി കേരള ന്യൂസിനോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം പതിപ്പ് വൻ വിജയത്തിലേക്ക് കടക്കുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് എസ് കുമാർ നമ്മുടെ കൂടെയുണ്ട്. അതിനോട് തന്നെ ചോദിക്കാം, ടൂർണമെൻറ്റ് ഇപ്പോൾ രണ്ടാം പതിപ്പിലേക്ക് കടക്കുമ്പോൾ നല്ലൊരു ഭയങ്കര ജനകീയമായി മാറുകയാണല്ലോ. അതെ, ഫസ്റ്റ് സീസണെ അപേക്ഷിച്ച് ക്രൗഡിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഒരു ക്ലോസ് ആയിരിക്കും എന്നുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ക്രൗഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ക്രിക്കറ്റ് ലവിങ് ഒരു പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഈ ലീഗ് ചെന്നെത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ IPL ഒരു വലിയ എൻട്രി ആയിട്ട് മാറുകയാണ്. ഇപ്പം വിഘ്നേഷ് പുത്തൂരൊക്കെ കഴിഞ്ഞ തവണ ക്രിക്കറ്റ് ലീഗ് കഴിച്ചവരാണ് IPL അപ്പം ഇനിയും ഈ വലിയ ഇതിലേക്കുള്ള ഒരു ചാൻസസ് വല്ലാതെ കൂടുന്നുണ്ട്. ഇപ്പോൾ വിഘ്നേഷ് പുത്തൂറാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പറയാനുള്ള എക്സാമ്പിൾ. പക്ഷേ പുത്തൂരിനെ കൂടാതെ നമ്മുടെ വേറെ പല കുട്ടികൾക്കും ഈ സെലക്ഷൻ ട്രയൽസിന് പോകാനായിട്ട് കഴിഞ്ഞ വർഷം അവസരം കിട്ടിയിരുന്നു. ഇത്തവണ മറ്റ് ഈ പല ടീമുകളുടെയും IPL ടീമുകളുടെയും സ്കൗട്ട്സിൻ്റെ പ്രസൻസ് ഇവിടെ കൂടുതലുണ്ട്. അവരത് കുറച്ചുകൂടെ കാര്യമായിട്ട് KCL ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ ആൾക്കാർക്ക് ഇനിയും സാധ്യത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എപ്പോഴും ഇപ്പോൾ തന്നെ ഞാൻ ഒന്ന് രണ്ട് പേരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സ്കൗട്ട്സൊക്കെ വന്ന കിരൺ മോറയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ അഖിൻ സത്താർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെപ്പോഴും ഒരു യുണീക്കായിട്ടൊക്കെ ബൗൾ ചെയ്യുന്നു, ബാറ്റ് ചെയ്യുന്നു, ആൾക്കാരൊരു ബാറ്റിംഗ് സ്റ്റൈൽ ബൗളിംഗ് സ്റ്റൈലൊക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ടൂർണമെൻറ്റ് കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫാൻ വില്ലേജ് പോലെയുള്ള ഓരോന്ന് ആരംഭിച്ചിട്ടുണ്ടല്ലോ KCA. അത് ആദ്യത്തെ ഒരു മാച്ചിന് വരുന്നവർക്ക് സെക്കൻഡ് മാച്ച് വരെ അവരെ കാണികളെ ഇവിടെ ഇടയ്ക്കുള്ള ഒരു ബ്രേക്കിന് പോലും അവർക്കൊരു ബോറിംഗ് ആകാതിരിക്കുക, അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫാൻ വില്ലേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പ്ലാൻ ചെയ്തത്. അത് ഇനി വരും വർഷങ്ങളിൽ ഇതിനേക്കാളും ഇപ്പോഴുള്ള ഒരു ഫാൻ വില്ലേജ് ഇതിലിപ്പോൾ ശരിക്കും വലിയ പാർട്ടിസിപ്പേഷനാണ്. ഒരു ഇന്നിങ്സിൻ്റെ ബ്രേക്കിനിടയിൽ പോലും അവിടെ കുട്ടികളും മുതിർന്നവരും എല്ലാം വലിയ തിരക്കാണ്. പുതിയ താരങ്ങളെ വാർത്തെടുക്കാനും ആരാധകർക്ക് ഫാൻസ് വില്ലേജ് പോലുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നതായിട്ട് ഒരുപാട് ഇവൻറ്റുകളാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് എസ് കുമാറാണ്. ഇനിയും കൂടുതൽ ജനകീയമാകട്ടെ ടൂർണമെൻറ്റ് എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ അഭിലാഷ് ഷാറിനൊപ്പം AP സതീഷ, കൈരളി ന്യൂസ്.